2024 കേരള ജനതയ്ക്കുള്ള പുതുവത്സര സമ്മാനമായിരിക്കും നവീകരിച്ച ഫറോക്ക് പഴയ പാലത്തിലെ ദീപാലങ്കാരമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ദീപാലങ്കാരം ഒരുക്കുന്നതിന്റെ ഭാഗമായി അറ്റകുറ്റപ്പണികൾ നടക്കുന്ന ഫറോക്ക് പഴയ പാലം സന്ദർശനത്തിനെത്തിയതായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ പാലങ്ങൾ ദീപാലംകൃതമാക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഫറോക്ക് പഴയ പാലം ദീപാലംകൃതമാക്കുന്നത്. ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ പാലമാണ് ഫറോക്ക് പഴയ പാലം. ചരിത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള പാലത്തിലായിരുന്നു സ്വാതന്ത്ര്യ സമരകാലത്ത് ആളുകൾ ഒത്തുകൂടിയിരുന്നത്. നേരത്തെ തകരാറിലായിരുന്ന പാലത്തിന്റെ പോസ്റ്ററിംഗ് വീണ് അപകടമുണ്ടായിരുന്നു. LDF സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പാലത്തിന്റെ തകരാർ പരിശോധിച്ച് പെയിന്റിംഗ് അടക്കമുള്ള അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരുന്നു. തുടർന്നാണ് പാലത്തെ ദീപാലംകൃതമാക്കുന്നത്. 2024 കേരള ജനതയ്ക്കുള്ള ഒരു പുതുവത്സര സമ്മാനമായിരിക്കും ദീപാലംകൃതമായ പാലം. ഇത് വന്നു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ ഇന്നുവരെ കാണാത്ത ഒരു അത്ഭുതകരമായ കാഴ്ചയായിരിക്കും. അത് മറ്റു പ്രദേശങ്ങളിലേക്കും പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. ചാലിയാറിന് കുറുകെയുള്ള പാലം എന്ന പ്രത്യേകതയും ഫറോക്ക് പഴയ പാലത്തിനുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷനുമായി സഹകരിച്ച് ചിൽഡ്രൻസ് പാർക്കിന്റെ നവീകരണവും പുരോഗമിച്ചു വരികയാണ്. കുട്ടികളുടെ കലാനൈപുണ്യ വികസനത്തിനായുള്ള സൗകര്യവും സെൽഫി പോയിന്റും പാർക്കിന്റെ ഭാഗമായി ഒരുക്കുന്നുണ്ട്. ദീപാലംകൃതമാക്കുന്നതിലൂടെ പാലങ്ങളെയെല്ലാം വിദേശ രാജ്യങ്ങളുടേതിന് സമാനമായി മികച്ച ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റുക കൂടിയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. കളക്ടർ സ്നേഹിൽ കുമാർ സിംഗുമൊത്താണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഫറൂഖ് പഴയ പാലം സന്ദർശനത്തിനെത്തിയത്. സിയാ ശംസുദ്ദീൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.